ശ്രീ പാണ്ഡ്യാല ഷാജി, CPM കണ്ണൂർ ലോബിയുടെ കയ്യിലാണെന്ന ആക്ഷേപം പുതിയതല്ല. കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾക്ക് പാർട്ടിയിൽ അപ്രമാദിത്വമുണ്ടെന്നത് വസ്തുതയാണ്. പക്ഷേ ഇതിനെ ആരും പരസ്യമായി ചോദ്യം ചെയ്യാറില്ല. ആ അലിഖിത നിയമമാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ ലോബിയുടെ നിയന്ത്രണത്തിൽ നിന്നും പാർട്ടിക്ക് മോചനമുണ്ടാകുമോ? ഈ വിമർശനം പ്രധാനമായും ഉന്നയിച്ചത് ആലപ്പുഴ MLA PP ചിത്തരഞ്ജനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുക. ഇതിനകത്ത് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന സാധനം വസ്തുതാപരമാണ്, തർക്കമില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് പറഞ്ഞാൽ മലബാർ മേഖലയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയാണ് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതിയെന്നും തിരുവിതാംകൂർ തെക്കൻ തിരുവിതാംകൂർ മേഖലയിൽ വരുമ്പോൾ അവർക്ക് സംഘടന എന്താണെന്ന് അറിയില്ല, പാർട്ടിയും എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു 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 വേർതിരിവ് വളരെ മുമ്പ് തന്നെ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നു. അതിനെ സാർത്ഥകമാക്കുന്ന വിധത്തിൽ പലപ്പോഴായി വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒഞ്ചിയം, കയ്യൂർ, കരിവള്ളൂർ, പാടിക്കുന്ന്, മുനയംകുന്ന് ഇങ്ങനെ വരുന്ന ഒരുപാട് സംഭവത്തിൻ്റെ സമരപരമ്പരകൾ ഈ സംഭവത്തെ ഒരുപക്ഷെ എന്ത് ചെയ്യാതെ ഞാൻ പ്രചോദിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്രമാനുഗതമായി അത് പലപ്പോഴായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ മേഖലയ്ക്ക് അല്ലെങ്കിൽ മലബാർ മേഖലയ്ക്ക് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് സമ്പൂർണമായ രീതിയിലേക്ക് അത് തകർക്കപ്പെട്ടത് മലബാറിനല്ലാതെ മറ്റൊരുപക്ഷത്തുള്ള ആൾക്ക് ഒരു സാധനവും കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിത്തീർന്നത് ഈ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയും പിന്നീട് പാർട്ടി മുഖ്യമന്ത്രിയുമായി തീർന്നിരിക്കുന്ന അവസ്ഥയിലൂടെയാണ്. അതോടുകൂടിയാണ് മറ്റ് ജില്ലകൾ സമ്പൂർണമായി ഒതുക്കപ്പെടുകയും അതിനകത്ത് ഏതെങ്കിലും ഒരാൾ ഉയർന്നു വരണമെങ്കിൽ അത് ഇയാളുടെ ഗുഡ് ബുക്കിൽ പെടേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇതിനെ അയാൾ പുനഃസംഘാടനം ചെയ്യുകയും ചെയ്തു. ഇതിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആൾക്ക് വലിയ റോളൊന്നുമില്ല. അയാൾ എന്താ പറഞ്ഞാൽ അയാൾ മുഖ്യമന്ത്രിയുടെ കൈക്കാരനായി പറയുന്ന സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആ വിമർശം ഗോവിന്ദനെതിരെ ഉന്നയിക്കുന്നതിന് പകരം പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്നതിന് പകരം ഞാനിത് ആവർത്തിച്ച് പറയുകയാണ്. ഉന്നയിക്കുന്നതിന് പകരം ഉന്നയിക്കേണ്ടത് ശരിക്കാരെടുത്താന്ന് പറഞ്ഞാൽ പേരിൽ ഇദ്ദേഹം പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ പോലും പാർട്ടി സെക്രട്ടറിയുടേതായിരിക്കുന്ന ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാൻ കഴിയാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ അതിന് മാത്രം പ്രാപ്തനല്ലാത്ത ഒരാളായി ഗോവിന്ദൻ ഈ പാർട്ടിയുടെ ചരിത്രത്തിൽ, പാർട്ടി സെക്രട്ടറിയുമാണ് ചരിത്രത്തിനകത്ത് പ്രഥമഗണനീയനായി സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഉള്ള വിമർശം തന്റെ കുന്തപോലെ തിരിയേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണ്. ഇനി നമ്മുടെ രണ്ടാമതായി എടുക്കുന്ന വിഷയം, എന്തിനാണ് ഇത് മുഴുവൻ തന്നെ അതായത് പാർട്ടി ഓഫീസ് സെക്രട്ടറി വരെ ഈ കണ്ണൂരിൽ നിന്നുള്ള ആളായി മാറ്റി നിർത്തുന്നത് എന്തിനാണ്? അതീ പറയുന്ന ഒന്നുമല്ല, അത് ഇയാളുടെ അധികാരവും അതിനകത്ത് വരാവുന്ന എല്ലാവിധ നീചത്വങ്ങളും അതിനകത്ത് വരാവുന്ന എല്ലാ നൃശംസ രാക്ഷസീയതകളും വരിഞ്ഞു മുറുക്കി തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന് പറയുന്ന ഒരുതരം അഹങ്കാരത്തിൻ്റെയും ദാർഢ്യത്തിൻ്റെയും ഭാഗമായി വന്നിരിക്കുന്ന സംഭവം മാത്രമാണ്. അതിനകത്ത് അത് ഈ പറയുന്ന സമ്മേളനത്തിനകത്ത് ചർച്ച ചെയ്തു എന്നതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഗുണപരമായ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇതിനെ ഞാൻ മറ്റൊരു രീതിയിൽ വായിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിനകത്ത് ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് വരാനുള്ളത് ഇനി അടുത്തത് കലക്റ്റീവ് ലീഡർഷിപ്പ് ആടുക എന്നാണ്. അപ്പൊ കലക്റ്റീവ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങൾക്കകത്ത് അതൃപ്തിയുടേതായിരിക്കുന്ന സൂചനകൾ കമ്മിറ്റിയുടെ വിവിധ തലങ്ങളിൽ എവിടെ നിന്നെല്ലാമോ രൂപം കൊണ്ടിട്ടുണ്ട് എന്ന് ന്യായമായി സംശയിക്കാവുന്നതാണ്. അത്തരമൊരു സംശയത്തിന്റെ ആനുകൂല്യമില്ല എങ്കിൽ ഒരിക്കൽ പോലും MP ഗോവിന്ദന് ഇതൊരു കലക്റ്റീവ് ലീഡർഷിപ്പാണ് വന്ന് ഒരാളല്ല നയിക്കുക, ഒരു കൂട്ടം നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. അപ്പൊ ഇതിങ്ങനെ വരുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാനുള്ള സംഭവം എന്താണ്? ഏകപക്ഷീയമായി ഒരാൾക്ക് മാത്രമായി ആനുകൂല്യങ്ങൾ നൽകുകയും ആ ആനുകൂല്യത്തിന്റെ ബലത്തിൽ മൂന്നാം തവണയും അയാൾ തന്നെ വീണ്ടും അവരോധിക്കപ്പെടുമെന്നുണ്ടായിരിക്കുന്ന ഒരു പ്രചരണത്തിന്റെ സാധ്യതയെ ഗോവിന്ദന്റെ ഈ പ്രസ്താവന ചിലപ്പോൾ ചില സംശയത്തിന്റെ സംശയത്തിന്റെ ഒരു ആനുകൂല്യം അതിന് നൽകുന്നുണ്ട്. അങ്ങനെ വന്നാൽ പോലും വരാതിരിക്കുന്ന സംഭവത്തിന്റെ ഒരു സാധ്യതയെ ഞാൻ കാണുന്നത് അങ്ങനെ വരില്ല, പക്ഷെ അങ്ങനെ വന്നാൽ പോലും ഒരു സാധ്യത ഞാൻ കാണുന്നത് അത്തരം ഒരു ഗവേണൻസിനെ നയിക്കാനെന്ന് വരിക്കാൻ അതൊരു പുതിയൊരു ബോഡിയെ വെക്കും. ആ ബോഡിയുടെ അധിപൻ ആരായിരിക്കും? ആ ബോഡിയുടെ അധിപൻ നിശ്ചയമായും തീർച്ചയായും ഇയാളായിരിക്കും. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ആർക്കും ഒന്നും ചെയ്യാനില്ല.
അപ്പൊ അങ്ങനെ അധികാരത്തിന്റെ സാധ്യതകളെ അത് മറ്റൊരു പക്ഷത്തേക്ക് കൈവിട്ടു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചിത്രത്തിലേക്ക് ഒരിക്കലും അയാൾ അതിന് അനുമതി നൽകുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടായിത്തീരുമെന്നോ പ്രതീക്ഷിക്കുന്ന കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം എന്താണെന്ന് പറയാൻ, അധികാരമില്ലാതെ അയാൾക്ക് ഒരു നിമിഷ നേരം നിൽക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. അയാളുടെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ഒരു ചരിത്രത്തിന്റെ മുഴുവൻ നാൾവഴികൾ പരിശോധിച്ച് നോക്കിയാൽ ആ പരിശോധിച്ച നാൾവഴികൾ മുഴുവൻ അതാണ്. 1970 തലശ്ശേരിയിൽ നടന്നിരിക്കുന്ന ആദ്യത്തെ ഒരു മൈക്ക് അനൗൺസ്മെന്റ് ഉണ്ട്. ആ അനൗൺസ്മെന്റിൽ ആദ്യമായി ഇയാൾ മൈക്കെടുത്ത് അനൗൺസ് ചെയ്യുന്നതാണ്, നാളെ കേരളം ബന്ദ് ആചരിക്കുന്നു, നാളെ കേരളം ബന്ദ് ആചരിക്കുന്നു. ഈ ഒരൊറ്റ പ്രഖ്യാപനത്തിലൂടെ അത് തലശ്ശേരി ഞടുങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ്. അതുവരെ ഒരുപാട് പ്രക്ഷോഭ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. പ്രത്യേകിച്ചും 1968 തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം പോലുള്ള വലിയ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നാളെ കേരളം ബന്ദ് ആചരിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടിയിട്ടാണ് ആരാണ് എന്താണ് എന്നൊരു സംഭവം വരുന്നത്. ഇതിന് ശേഷം ഞാൻ പറയാണ്, 55 വർഷം കഴിഞ്ഞു. 55 വർഷക്കാലത്തിനിടയിൽ എന്ത് ക്രിയേറ്റീവ് ആയിരിക്കുന്ന ഒരു പ്രപ്പോസലാണ് അയാൾ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്? എന്തൊക്കെ ഒരു പ്രപ്പോസലാണ് കേരളീയ പൊതുസമൂഹത്തിന് വെച്ചത്? ഇത് വെച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ മറ്റൊരു ഉദാഹരണമാണ് പാർട്ടി സമ്മേളന വേദിയിലാണ് ഇയാൾ എന്തുകൊണ്ട് വെച്ചത്. ഇപ്പോ നവകേരളത്തിന്റെ ഒരു പുതുവഴികൾ, നവകേരളത്തിന്റെ പുതുവഴികൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അർത്ഥം? ഇന്നലെ വരെ ഉണ്ടാക്കിയിരിക്കുന്ന ഇയാൾ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിരിക്കുന്ന നവകേരളം എന്ന സാധനം പാളിപ്പോയി എന്നല്ലേ അർത്ഥം? ഈ നവകേരളത്തിന്റെ പുതുവഴി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ നവകേരളം നിർമ്മിച്ച് നവകേരളത്തിന്റെ അടിരേഖയിട്ടത് ആരാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ല, ഒരിക്കലുമല്ല. അത് 1970 സി അച്യുതമേനോൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണ് 1967-57 1967-57 KR ഗൗരിയമ്മ കേരളത്തിലെ റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് കൂടി നടപ്പിലാക്കാൻ കഴിയാതിരുന്ന ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്ന 1970 ഈ സി അച്യുതമേനോനാണ്. എന്നാൽ 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭക്കത്താണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ എന്ത് വരുന്നത്? കള്ളിയത്തിന്റെ വ്യവസായത്തിന്റെ ഒരു വലിയ വസന്തം ഉണ്ടാക്കി തീർക്കുന്നത്. ഇവിടെയും നമ്മൾ കാണേണ്ടുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, കേരളം ഏത് രീതിയിൽ വികസിക്കുകയും വളരുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു വിശാലമായിരിക്കുന്ന തലത്തിന്റെ ആധികാരികമായ രേഖ നിർമ്മിച്ചിരുന്നത് സാക്ഷാൽ സി അച്യുതമേനോൻ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതിനു മുൻപ് പാർട്ടി സെക്രട്ടറിയും സംയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുമായിരുന്ന കാലയളവിലായിരുന്നുവെങ്കിൽ അതിന്റെ തുടർച്ച ഇല്ലാതിരിക്കുകയും ആ തുടർച്ച പിന്നീട് വരുന്നത് കോൺഗ്രസ്, ലീഗ്, CPI മുന്നണിയിലൂടെയാണ് കേരളത്തിൽ ഈ പറയുന്ന നവകേരളത്തിന്റെ ആധികാരികമായിരിക്കുന്ന ഒരു സംഭവം രേഖ ഉണ്ടായിത്തീരുകയും ചെയ്ത് ആ രേഖയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ് TV തോമസ് കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയാവുകയും തോഷിബ ആനന്ദ് പോലുള്ള പുറത്തുള്ള ബഹുരാഷ്ട്ര കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിത്തീരുന്നത്. ഇങ്ങനെ വരുന്ന ഒരു നാൾവഴികൾ ഉണ്ടാകുമ്പോൾ ഇതിനെ മുഴുവൻ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് ജനാധിപത്യ വൃത്തിയിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ പാർട്ടിയെയും സംഘടനയും തന്റെ കൈകീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ഈ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരൊറ്റ പോയിന്റ് കൂടി അതിൽ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന മറ്റൊരു വിഷയം, കിഫ്ബി എങ്ങനെയാണോ ഈ ബജറ്റിന് സമാന്തരമായ ഒരു സാധനമായി അധികാര രൂപമായി മാറുന്നത്, അതിന് സമാന്തരമായിരിക്കുന്ന സംഭവത്തിലാണ് പാർട്ടി സമ്മേളനത്തെ ഇയാൾ എന്തുകൊണ്ട് അതിരിക്കുകയാണ്? പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യേണ്ട സാധനമാണോ ഇത്? നവകേരളത്തിന്റെ പുതുരേഖ എന്ന് പറയുന്ന സാധനം അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് എവിടെയാണത്? ഗവൺമെന്റ് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണത്. അതിന് പകരം ഇത് ഇവിടെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഇവിടെ കൊണ്ടുവന്ന അർത്ഥം എന്താണ്? അത് കൃത്യമായും പാർട്ടിയുടെ കൺസെന്റോടുകൂടി സർക്കാരിൽ ഞാൻ നടത്തുന്ന സംഭവമാണ് എന്നാണ്. നിങ്ങൾ ഇപ്പൊ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, ആ ആദ്യത്തെ ചോദ്യത്തെ കൗണ്ടർ ചെയ്യുന്ന ഒരു സംഭവമാണിത്. അധികാരം ഒരിക്കലും തന്നെ അയാൾ ആരും വിട്ടുകൊടുക്കില്ല. പാർട്ടി ഗവൺമെന്റിനെ നയിക്കുകയും ഗവൺമെന്റ് ആരെ നയിക്കുകയും ചെയ്തു, തിരിച്ച് പാർട്ടിയെ നയിക്കുകയും ചെയ്യാവുന്ന ഒരു അസാധാരണമായിരിക്കുന്ന ഒരു പ്രക്രിയക്കാണ് ഇയാൾ ഈ കേരള രാഷ്ട്രീയത്തിൽ തുടക്കമിട്ടത്. അതാണ് ഒന്നാമത്തെ നവകേരളവും ഇപ്പോൾ വന്നിരിക്കുന്ന രണ്ടാമത്തെ നവകേരളത്തിന്റെ തുടക്കത്തിനായി അവതരിപ്പിച്ച രേഖയുടെയും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം. അതുകൊണ്ട് തന്നെ ഇയാൾ അധികാരത്തിന്റെ കേന്ദ്രീകരണം തന്റെ കയ്യിലേക്ക് തന്റെ പാർശ്വവർത്തികളിൽ നിന്ന് വിട്ടുകൊടുക്കാനുള്ള സാധ്യത നിലവിലുള്ള അവസ്ഥയിൽ വളരെ വിദൂരമാണ്. പാർട്ടി ആഗ്രഹിച്ചാൽ പോലും അതങ്ങനെ വിട്ടുകൊടുക്കാൻ അയാൾ സമ്മതിക്കില്ല. അഥവാ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു കണ്ടീഷൻ അതിനകത്ത് രൂപം കൊള്ളാനുള്ള സാധ്യതയും ഞാൻ തള്ളിക്കളയുന്നില്ല എന്നാണ് അതിന്റെ പ്രൈമ ഫേഴ്സിയിൽ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. വിശ്വസംഭ്യ